നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കായംകുളത്ത് സ്വന്തം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ അഭിഭാഷകൻ നവജിത്തിനെ തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കസ്റ്റഡിയിലിരിക്കെ പ്രതി കടുത്ത മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി മാറ്റിയത്. നവജിത്തിനെ ആദ്യം മാവേലിക്കര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമായതിനാൽ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. പുലുളങ്ങര പീടിക്കച്ചിറ സ്വദേശി നടരാജനാണ് കൊല്ലപ്പെട്ടത്. നവജിത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് സിന്ധുവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മാതാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് നാടിന് നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. മാതാവിന്റെ ഇരു കൈകളിലെയും നഖങ്ങൾ, വിരലുകൾ ഇയാൾ വെട്ടിമാറ്റിയിരുന്നു. ഈ വിരലുകളുടെ ഒക്കെ തന്നെ ശസ്ത്രക്രിയ, തുന്നിച്ചിറക്കൽ കഴിഞ്ഞ ദിവസം നടന്നു. മുഖത്തും ആഴത്തിൽ പരിക്കേറ്റിരുന്നു. മുഖത്തിലെയും ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. കഴിഞ്ഞ ദിവസം 10 മണിക്കായിരുന്നു നടരാജന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നത്. വലിയ അക്രമാസക്തനായിട്ടാണ് ഈ നവജിത്തിനെ കണ്ടത്. മാനസിക നില താളം തെറ്റിയോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യമാണ് കസ്റ്റഡിയിൽ പ്രകടിപ്പിച്ചിരുന്നത്. ലഹരിക്ക് അടിമയായിരുന്നു നവജിത്ത് എന്നാണ് മനസ്സിലാകുന്നത്. സഹോദരിയുടെ ഭർത്താവിന്റെ സഹോദരിയെയാണ് വിവാഹം കഴിച്ചത്. 11 മാസം മുൻപാണ് വിവാഹം കഴിച്ചത്. ആ ഭാര്യ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. ഇന്നോ നാളെയോ ഭാര്യയുടെ ഡെലിവറി നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ ഭാര്യയുടെ മാനസിക നിലയും ആകെ തകർന്ന മട്ടിലാണ്. കാരണം ഒരു കുഞ്ഞിനെ ജന്മം നൽകി ആ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടു കൂടി വരവേൽക്കേണ്ടിയിരുന്ന കുടുംബമാണ് ഇപ്പോൾ ശിഥിലമായി പോയത് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് രാവിലെ, ഞായറാഴ്ച രാവിലെ നവജിത്ത് സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. സഹോദരിയുടെ വീട്ടിലെത്തി അസ്വാഭാവികമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏറെ പരിശ്രമിച്ചതിന് ശേഷമാണ് നവജിത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നവജിത്ത് അക്രമാസക്തനാകുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ റൂം പൂട്ടിയതിനു ശേഷമാണ് സഹോദരിയും മറ്റുള്ളവരും ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാണ് മനസ്സിലായത്. എന്നാൽ പിന്നീട് ക്രൂരമായും ശക്തമായും വിശക്കുന്നേ എന്ന് നിലവിളിച്ചതിനെ തുടർന്നാണ് അമ്മ ഭക്ഷണവുമായി ആ വീട്ടിലേക്ക്, ആ മുറിയിലേക്ക് എത്തിയത്. മുറി തുറന്നതും അടുക്കളയിലേക്ക് ഓടിപ്പോയി വാക്കത്തി എടുത്ത് അമ്മയെ വെട്ടാനായി ഓങ്ങുകയായിരുന്നു. അമ്മയെ വെട്ടാനായി ശ്രമിക്കുമ്പോൾ തന്നെ അച്ഛൻ നടരാജൻ ഇടയിലേക്ക് കയറുകയായിരുന്നു. 47 വെട്ടാണ് നടരാജനെ വെട്ടിയിരിക്കുന്നത്. കണ്ണുകൾ തെറിച്ചുപോയി, കൈയില്ല, കൈപ്പത്തികളില്ല. അങ്ങനെ 47 വെട്ടാണ് നടരാജൻ ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ്. അത് കണ്ട് ബോധം പോയ അമ്മയെ വെട്ടിയിരുന്നു. പക്ഷെ അമ്മ മരണപ്പെട്ടു എന്നാണ് കരുതിയിരുന്നത്. ജനം ഈ നിലവിളി കേട്ടപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഈ മൃതശരീരത്തിന് അടുത്തായി ഇരിക്കുന്ന നവജിത്തിനെയാണ് കണ്ടത്. പോലീസ് വന്നതും നവജിത്ത് ഓടി 2ാം നിലയിലേക്ക് കയറുകയായിരുന്നു. പോലീസിനെ വെട്ടുമെന്ന് ആക്രോശിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് 1.5 മണിക്കൂറോളം പണിപ്പെട്ടാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. സെല്ലിലൊക്കെ തന്നെ ഇയാൾ ഭ്രാന്തനെ പോലെ ആയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തുടർന്നാണ് ഇയാളെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നവജിത്തും മാതാപിതാക്കളുമായി വീട്ടിൽ സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി വഴക്ക് പതിവായിരുന്നു എന്നാണ് അയൽവാസികളും ബന്ധുക്കളും പോലീസിന് മൊഴി നൽകിയത്. സംഭവ ദിവസം രാത്രിയിലും വീട്ടിൽ നിന്ന് വലിയ ബഹളം കേട്ടതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന നവജിത്തിനെയും ഗുരുതരമായി പരിക്കേറ്റ മാതാപിതാക്കളെയും കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ബലം പ്രയോഗിച്ചാണ് നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ പിതാവ് നടരാജന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അഭിഭാഷകനായ പ്രതി നവജിത്ത് കസ്റ്റഡിയിൽ തുടർച്ചയായ അസ്വാഭാവികമായ പെരുമാറ്റം പ്രകടിപ്പിച്ചതോടുകൂടിയാണ് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനായി തീരുമാനം എടുത്തത്. തുടർന്നുള്ള വൈദ്യ പരിശോധനയിലാണ് ഈ സംശയം, അതായത് മാനസികമായി ഇയാളുടെ താളം തെറ്റി മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. വിദഗ്ധ ചികിത്സ വേണമെന്ന് ഡോക്ടറും വ്യക്തമാക്കിയിരുന്നു. പ്രതിയുടെ മാനസിക നില പൂർണ്ണമായും വ്യക്തമായാൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ എന്നും തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോകാനാകുമെന്നുമാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക തർക്കങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും മാനസിക കാരണങ്ങൾ ഈ കൊടുംക്രൂരതയ്ക്ക് പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്.